കലാലയം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഫാക്ടറികളാണ്. മാനവിക മൂല്യങ്ങൾക്കും ധാർമ്മികമായ ചിന്തകൾക്കും മാനുഷികമായ പരിഗണനകൾക്കും പ്രാധാന്യം കൽപ്പിക്കുന്ന, അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കുന്ന കേന്ദ്രങ്ങളാണ് സ്കൂളുകൾ, കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. കേവലം സാഹിത്യകാരന്മാരുടെ ഏതെങ്കിലുമൊക്കെ നോവലുകളോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളോ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തീർക്കുകയും അതിനോടൊപ്പം സർവ്വവിധത്തിലുള്ള മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അധാർമികമായ പ്രവർത്തനങ്ങൾ നെഞ്ചിലേറ്റി നടക്കുകയും ചെയ്യുന്ന കേന്ദ്രങ്ങളായി, വിദ്യാഭ്യാസത്തിനു പകരം മിഥ്യ അഭ്യസിക്കുന്ന കേന്ദ്രങ്ങളായി കലാലയങ്ങൾ മാറാൻ പാടില്ല. നമ്മുടെ രാജ്യം, നമ്മുടെ നാട് കേരളം മനോഹരമാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ മഹത്തായ ഈ നാട്, ഇതിന്റെ ഭൂപ്രദേശം, നമ്മുടെ നാടിന്റെ കാലാവസ്ഥ എല്ലാം എന്തൊരു കൗതുകമാണ്, എന്തൊരു മനോഹരമാണ്. ഈ നാടിന്റെ ഭൗതികമായ അവസ്ഥകൾക്ക് ചാരുതയും സൗന്ദര്യവും സന്തോഷവും ഉള്ളതുപോലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, അതിൽ ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, ക്രിസ്തീയ സഹോദരങ്ങളുണ്ട്, മുസ്ലിം സഹോദരങ്ങളുണ്ട്, മതം ഇല്ലാത്തവരുണ്ട്. ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള ആളുകളും നമ്മുടെ രാജ്യത്ത് സന്തോഷത്തോടു കൂടെ ജീവിക്കുകയായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ സന്തോഷിക്കാൻ വകയില്ലാത്ത, വളരെ പ്രയാസപ്പെടുത്തുന്ന പല പ്രതിസന്ധികളും പ്രയാസങ്ങളും അക്രമങ്ങളും അരാജകത്വങ്ങളും വർഗീയ കലാപങ്ങളും ഒക്കെ പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോഴും കേരളം എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന, അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം, അതിൽ നിന്നൊക്കെയും വ്യതിരിക്തമായി സന്തോഷത്തോടുകൂടെ തോളോട് തോള് ചേർന്നുകൊണ്ട് വർഗീയതകളില്ലാതെ, വിഭാഗീയതകളില്ലാതെ സ്നേഹിച്ച്, സഹിച്ച്, സഹകരിച്ച്, കൊണ്ട്, കൊടുത്ത്, ബഹുമാനിച്ച് സന്തോഷപൂർവ്വം മുമ്പോട്ട് പോവുകയായിരുന്നു. അതേ സമയത്ത് ഈ കഴിഞ്ഞ ആഴ്ചകളിലും അതേ പ്രകാരം തന്നെ ഈ ഇടയൊക്കെയായി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ നാം ശ്രദ്ധിച്ചു വരുന്ന ക്യാമ്പസുകളിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന്, വിദ്യാഭ്യാസ വിചക്ഷണരിൽ നിന്ന്, രാഷ്ട്രീയ മേലാളന്മാരിൽ നിന്ന് ഈ നാട്ടിലുള്ള മതേതരത്വം നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പല ആളുകളുടെയും ഹൃദയങ്ങളിൽ ഇടുത്തി വർഷിക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ, വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്കൂൾ എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് മനുഷ്യരെ നിർമ്മിക്കുന്ന ഫാക്ടറികളാണ്. തൻ്റെ സഹോദരനെ അവൻ്റെ ജാതി നോക്കാതെ, അവൻ്റെ മതം നോക്കാതെ, അവൻ്റെ വിശ്വാസം നോക്കാതെ അവൻ എൻ്റെ ഒരു സഹജീവിയാണ്. എന്നെ പോലെ എൻ്റെ ശിരകളിലൂടെ ഒഴുകുന്ന രക്തത്തിൻ്റെ കളർ ചുവപ്പാണെങ്കിൽ ആ എൻ്റെ സഹോദരൻ്റെയും ശരീരത്തിൻ്റെ ശിരകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തത്തിൻ്റെ നിറം അതേ നിറമാണെന്ന് മനസ്സിലാക്കി എനിക്ക് വ്യതകളും നൊമ്പരങ്ങളും ആകുലതകളും പ്രയാസങ്ങളും ഉള്ളതുപോലെ അവനും വ്യതകളുണ്ട്, അവനും പ്രയാസങ്ങളുണ്ട്, അവനും നൊമ്പരങ്ങളുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുത്ത് കൊണ്ടുവരുന്ന കേന്ദ്രങ്ങളാണ് പള്ളിക്കൂടങ്ങൾ. ആ പള്ളിക്കൂടങ്ങളിൽ തൻ്റെ മുൻപിൽ വരുന്ന വിദ്യാർത്ഥി സമൂഹത്തെ മാനവികത പഠിപ്പിക്കേണ്ടതിനു പകരം മതത്തിൻ്റെ അതിർവരമ്പുകൾ വെച്ചുകൊണ്ട്, അത് യൂണിഫോമിന്റെ പേരിലാണെങ്കിലും മറ്റു എന്തിന്റെ പേരിലാണെങ്കിലും ഏതു നിയമത്തിന്റെ പേരിലാണെങ്കിലും അസഹിഷ്ണുതയോടുകൂടെ നോക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ തരം താഴ്ന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ മനോഹരമായ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് കാര്യഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളുള്ളത്. ഏതു നിയമങ്ങൾ ഇവിടെ നിർമ്മിച്ചെടുത്താലും,
സ്കൂളുകൾക്കും ക്യാമ്പസുകൾക്കും ഏതു നിയമങ്ങൾ ഉണ്ടാക്കിയാലും ആ നിയമങ്ങൾ എഴുതി വെച്ചത് മനുഷ്യനാണ്. ആ നിയമങ്ങൾ എഴുതി വെച്ചത് മനുഷ്യരാണ്. ആ നിയമങ്ങൾക്കപ്പുറത്ത് മാനുഷികമായ നിയമങ്ങളെയും മാനുഷികമായ മൂല്യങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ എപ്പോഴാണ് ഒരു അധ്യാപകന് കഴിയുന്നത്, എപ്പോഴാണ് ഒരു അധ്യാപികക്ക് കഴിയുന്നത്, അപ്പോഴാണ് അവരെ കൊണ്ട് ഈ സമൂഹത്തിന് ഉപകാരമുണ്ടാവുകയുള്ളൂ. തൻ്റെ നെഞ്ചിലെത്തിയ വിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും അതിനെ ആദരവോടുകൂടെ കാണാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. നെറ്റിത്തടത്തിൽ നിസ്കാരത്തഴമ്പുള്ള മുസൽമാനെ കാണുമ്പോൾ പ്രയാസങ്ങൾ അനുഭവിച്ചു പോകരുത്. അതേ പ്രകാരം കുരിശുമാല ധരിച്ചിട്ടുള്ള ഒരു ക്രിസ്തീയ സഹോദരനെ കാണുമ്പോൾ എന്തെങ്കിലും വിധത്തിലുള്ള വിമ്മിഷ്ടം ഒരു മുസ്ലിം സഹോദരന് ഉണ്ടാകാൻ പാടില്ല. അതേ പ്രകാരം തന്നെ ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി കറുത്ത വസ്ത്രം ധരിച്ചിട്ട ഒരു സ്വാമിയെ കാണുമ്പോൾ ഒരിക്കലും തന്നെ തൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിധത്തിലുള്ള അകൽച്ചയോ വെറുപ്പോ ഉണ്ടാകാൻ പാടില്ല. മൂന്നു പേരെയും അവരൊക്കെ എൻ്റെ നാട്ടിലുള്ള എൻ്റെ സഹോദരന്മാരാണെന്ന് മനസ്സിലാക്കി ചേർത്തു പിടിക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യം. മങ്ങാട്ടച്ചനും അതേ പ്രകാരം കുഞ്ഞായിൻ മുസ്ലിയാരും ജീവിച്ച നാടാണ് നമ്മുടെ ഈ കേരള നാട്. മമ്പുറം തങ്ങളും കോന്തനായരും ജീവിച്ച നാടാണ് നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനം. മമ്പുറം തങ്ങളും കോന്തനായരും അവിടെ ഈ തലമുറക്ക് കേരളത്തിൽ ജീവിക്കുന്ന സഹോദരന്മാർക്ക് പഠിപ്പിച്ചിട്ടുള്ള ഒരു പാഠമുണ്ട്. അത് മതമൈത്രിയുടെ പാഠമാണ്, അത് സ്നേഹത്തിന്റെ പാഠമാണ്, അത് സഹിഷ്ണുതയുടെ പാഠമാണ്, അത് പരിഗണനയുടെ പാഠമാണ്, അത് സഹവർത്തിത്വത്തിന്റെ പാഠമാണ്. അതേ പ്രകാരം മങ്ങാട്ടച്ചവനും കുഞ്ഞായിൻ മുസ്ലിയാരും കേരളീയരെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. അത് സ്നേഹത്തിന്റെയും കൊടുക്കലിന്റെയും വാങ്ങലിന്റെയും സഹകരണത്തിന്റെയും ബഹുമാനത്തിന്റെയും പാഠമാണ്. ഈ ഒരു പാഠത്തിലേക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്കും കേരളീയർ തിരിച്ചു വരേണ്ടതുണ്ട്. ദൗർഭാഗ്യവശാൽ നിയമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മതേതര ഇന്ത്യയിൽ, ജനാധിപത്യ ഇന്ത്യയിൽ തോളോട് തോള് ചേർന്ന് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും കഴിഞ്ഞു വരുന്ന നമ്മുടെ രാജ്യത്ത് ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കി, അസ്പൃശ്യതകൾ ഉണ്ടാക്കി, മനുഷ്യനെ ജാതീയതയുടെയും മതത്തിന്റെയും പേരിൽ പരസ്പരം അകറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള ഗൂഢവും ഹീനവുമായ ജുഗുപ്സാഹമായ ചില പ്രവർത്തനങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒരിക്കലും ഇതിനെ നമുക്ക് അംഗീകരിക്കാൻ നിർവാഹമില്ല. ഇത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ നിർവാഹമില്ല. ഈ രൂപത്തിലാണ് നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകുന്നതെങ്കിൽ, രാജ്യമെന്ന് പറയുന്നത് ഭൂപ്രദേശങ്ങളല്ല, രാജ്യമെന്ന് പറയുന്നത് കേവലം ബിൽഡിങ്ങുകളല്ല. ഒരു രാജ്യമെന്ന് പറയുന്നത്, ആ രാജ്യത്തിന്റെ സമ്പത്തെന്ന് പറയുന്നത് ആ രാജ്യത്ത് താമസിക്കുന്ന മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് സ്നേഹത്തോടു കൂടെ ജീവിക്കാൻ കഴിയണം. ആ മനുഷ്യർക്ക് നിർഭയത്വത്തോടു കൂടെ കിടന്നുറങ്ങാൻ കഴിയണം. തൻ്റെ അയൽക്കാരൻ്റെ ജാതിയും മതവും നോക്കാതെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയണം. അപ്പോഴാണ് ഒരു രാജ്യം, അപ്പോഴാണ് ഒരു നാട് സംസ്കാരമുള്ള, സംസ്കൃതിയുള്ള, വികസിതമായ ഒരു നാടായി മാറുന്നത്, ഒരു രാജ്യമായി മാറുന്നത്. അതുകൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തെ പിറകോട്ട് വലിക്കാൻ വേണ്ടി ആസൂത്രിതമായ ശ്രമങ്ങൾ ഏത് മതവിഭാഗത്തിൽ നിന്നുണ്ടായാലും, അത് ഭൂരിപക്ഷ മതമെന്നോ ന്യൂനപക്ഷ മതമെന്നോ വ്യത്യാസമില്ലാതെ ആരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായാലും ആ ശ്രമങ്ങളെ മുഴുവനും തച്ചുടക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ പരസ്പര സ്നേഹത്തിന്റെയും കൊടുക്കലിന്റെയും വാങ്ങലിന്റെയും ആ ഒരു മഹിതമായ പാഠത്തെ അവർ പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് മുമ്പോട്ട് വരേണ്ടതുണ്ട്. ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് അതിനു വേണ്ട ശക്തമായ ഇടപെടലുകൾ നടക്കേണ്ടതുണ്ട്. ഇവിടെ എങ്ങാനും രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ കണ്ണടക്കുകയാണെങ്കിൽ, കേരളം എന്ന് പറയുന്നത് നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഭൂപ്രദേശമല്ല, നമ്മുടെ രാജ്യത്തെ മക്കളാണ്, നമ്മുടെ രാജ്യത്തെ മനുഷ്യരാണ്. ആ മനുഷ്യർ പുറകോട്ട് പോകും, ആ മനുഷ്യർ പരസ്പരം കലഹിക്കും. നടുറോട്ടിൽ നിന്നുകൊണ്ട് മതത്തിന്റെ പേരിൽ കലഹിക്കുകയും തലയറ്റ്
പോവുകയും ചെയ്യുന്ന ഭീകരമായ ഒരു നാളെ നമ്മൾ കാണേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു നാളെയിലേക്ക് ഈ രാജ്യം എത്താതിരിക്കുന്നതിന് വേണ്ടി സർവ്വരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതേപ്രകാരം സാംസ്കാരിക നായകന്മാരും വിദ്യാഭ്യാസ വിചക്ഷണരും ഭരണാധികാരികളും ആത്മാർത്ഥമായി ഇടപെടേണ്ടതുണ്ട് എന്ന് ഈ സഭ ഈ സമൂഹത്തോട് ഉദ്ഘോഷിച്ചുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.